ഹലോ, ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ നോക്കാം. ചെറുപയർ കൊണ്ട് എല്ലാവരും സാധാരണ കറി ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. നമുക്ക് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് പുട്ടിൻ്റെ കൂടെയൊക്കെ. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെച്ചിട്ടുള്ളതാണ്. നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. കുക്കറിൽ കുറച്ചധികം സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസമുണ്ട്, കറിക്ക് തന്നെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നടുക കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഒരു 1/2 കപ്പിന് നമ്മളൊരു 1.5 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കാം. അത് നമ്മൾ കുക്കറിൽ വേവിക്കുകയാണ്. കുക്കറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 1 അല്ലി ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്ത് നമ്മൾ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തു. ഇപ്പോൾ ചെറുപയർ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ചൊരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണം. കാരണം ഈ ചെറുപയറിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചെറുപയർ പെട്ടെന്ന് വേവില്ല. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി തിളപ്പിച്ചു. ഇപ്പം നമ്മൾ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അരപ്പ് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പുട്ടിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, എന്നാൽ അത്യാവശ്യം വേവും വേണം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ചെറുപയർ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. മാത്രമല്ല അത് തണുക്കും തോറും ഇങ്ങനെ ഹലുവ പോലെ അങ്ങ് ഒട്ടാൻ തുടങ്ങും. പാകത്തിന് വേവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കാതെ ഇരിക്കുകയാണ് നല്ലത്. ടേസ്റ്റും അത് തന്നെയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണിത്. ഇപ്പോൾ ഇതാ തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് വറവിട്ടെടുക്കണം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി ഇടണം. കടുകിട്ടാലും പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി അതിൻ്റെ കൂടെ ഇടുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. കടുക് മാത്രം പോരാ. 2 വലിയ അല്ലി ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഇടണം, കറിവേപ്പില ഇടണം. ഏത് കറിയും വറവിടുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചിലർക്കൊന്നും ചുവന്നുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. കടുക് മാത്രം ഇടുന്നവരായിരിക്കും. വറ്റൽമുളക് ഇടുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം ചെയ്താൽ മതി. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്, അത്ര തന്നെ വേണം. 3-4 ടേബിൾ സ്പൂൺ എടുക്കുക. കാരണം നമ്മളിതിൻ്റെ മുമ്പേ എണ്ണയൊന്നും ഇതിൽ ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കൂടുമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. ആ കറിക്ക് നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വറവിട്ടത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. പുട്ടിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ കൂട്ടുന്നത്. ചോറിനും അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. വറവിട്ട് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതാണ്. ആ വറവിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്കൊന്ന് പിടിക്കാനാണ്. ഇപ്പോൾ അതാ കറി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.